നമസ്കാരം. ഞാൻ എത്തിക്കും തിരുവനന്തപുരം പേരൂർക്കട വടയിലെ ജംഗ്ഷൻ സമയം. വടയിലെ മെയിൻ ഹൈവേയിൽ നിന്ന് 100 മീറ്റർ മാറി 11 സെന്റിലായിട്ട് 3450 സ്ക്വയർ ഫീറ്റോട് കൂടിയുള്ള നല്ല റിവർ വ്യൂ ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി. പോകാം വീഡിയോയിലേക്ക്. നല്ല ഒന്നാം തരം പീസ്ഫുൾ ഏരിയ, അതായത് ഇവിടുത്തെ ഒരു വ്യൂ ആണ് നമുക്ക് ഈ വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. മെയിൻ ഹൈവേയിൽ നിന്ന് നമുക്ക് ഏകദേശം 1 മിനിറ്റിൽ താഴെ ഇതിലേക്ക് എത്താൻ പറ്റുന്ന എല്ലാ വാഹനങ്ങളും അനായാസനം വരാൻ പറ്റുന്നത്, ഏകദേശം 5 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വലിപ്പമുള്ളൊരു മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു റിവർ വ്യൂ ഗാർഡൻ എന്ന് വെച്ച് നിങ്ങളാരും ഫ്ലഡ് കയറുമെന്ന് പേടിക്കേണ്ട. ഏകദേശം ഇന്ന് വരെ ഇവിടെ ചരിത്രത്തിൽ ഇന്ന് വരെയും വെള്ളം കയറിയ ചരിത്രമില്ലാത്തൊരു വീട്. നല്ല ഒന്നാം തരം ഹൈ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രോപ്പർട്ടി. സിറ്റിക്ക് അടുത്ത് ലക്ഷറി ഹൗസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ നല്ലൊരു പ്രോപ്പർട്ടി, അക്ഷരാർത്ഥത്തിൽ നല്ലൊരു പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന, 2 സൈഡിലേക്കും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നല്ല അടിപൊളി സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടും ഒരു പ്രീമിയം വീട് എന്ന് പറഞ്ഞാൽ പ്രീമിയം വീട് തന്നെ കേട്ടോ. താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ടോട്ടൽ 5 ബെഡ്റൂം ഇട്ടിട്ടുള്ള ലക്ഷറി ഹൗസ് പ്ലാൻ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇനി ഒരു ഡോക്ടർ കൺസൾട്ടിംഗ് റൂമോ അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമോ ആയിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും മേടിക്കാൻ പറ്റിയ വീടാണ്. ഇതാ കണ്ടില്ലേ, ഈ വീട്ടിൽ നിന്ന് ഈ ഡോർ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ സൈഡ് കാണുന്ന ഡോറിൽ വഴി നമ്മൾ ബെഡ്റൂമിലേക്കാണ്. അത് ഒരു ഓഫീസ് റൂമായിട്ടും അല്ലെങ്കിൽ ബെഡ്റൂമായിട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒന്നാം തരം കിഴക്ക് ദർശനമുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. ആ സൈഡിൽ നിന്ന് നമുക്ക് കാർ വരാനുള്ള ഒരു വഴി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് നടന്നു വരാനായിട്ടുള്ള നേർവാതിൽ എന്നൊക്കെ പറയാൻ പോലെ അവിടെയും സൈഡിലേക്ക് നടന്നു വരാനായിട്ടുള്ള ഒരു വാതിൽ, ഒരു എൻട്രൻസും കൊടുത്തിട്ടുണ്ട്. തറയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണെങ്കിൽ സൈഡ് മുഴുവൻ നാച്ചുറൽ പ്ലാന്റ്സ്, അത് നാച്ചുറൽ ഫ്രണ്ട്സ്, ഒരു പച്ചപ്പ് നിറഞ്ഞൊരു പ്രോപ്പർട്ടി. നല്ലൊരു റിവർ വ്യൂവിൻ്റെ ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലൊരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഒച്ച കേട്ടിരിക്കാൻ പറ്റുന്ന, കിളികളുടെ ശബ്ദം കേട്ടിരിക്കാൻ പറ്റുന്ന, നമുക്കൊരു റിലാക്സേഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട് ഏരിയ. അകത്തേക്ക് കയറുമ്പോൾ തന്നെ പൂർണ്ണമായും നല്ല കൊത്തുപണികളാൽ നിർമ്മിതമായിട്ടുള്ള നല്ലൊരു 2 പാളികളോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു വേറൊരു ലെവലാണ് കേട്ടോ. ഒരു വൈഡ് ആയിട്ടുള്ളൊരു ഹോൾ ഏരിയയാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിലേക്കാണ് ഡിസൈൻ പാറ്റേൺ വന്നത്. നമുക്ക് ഒരുപാട് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം പ്രീമിയം, നമുക്കൊരു ഡിസ്റ്റർബൻസ് തോന്നാത്ത രീതിയിലേക്ക് തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ ആയാലും ഇതിൽ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ലൂവേഴ്സിൻ്റെ കളേഴ്സ് ആയാലും അതുപോലെ തന്നെ TV യൂണിറ്റുകളായാലും അതിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ ഡിസൈൻ ആയാലും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരുപാട് ഡിസൈൻ പാറ്റേണോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ യൂട്യൂബിലെ വീഡിയോ കുറച്ച് നീണ്ടു പോകുന്നത് കൊണ്ട് ചിലവരൊക്കെ പറയുന്നു കുറച്ചും കൂടി ഷോർട്ടാക്കാൻ പറ്റുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടാൽ, യൂട്യൂബിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും വീട് കാണുന്ന ഫീലിംഗ് ആയിരിക്കും. കാരണം അതിൻ്റെ മുക്കും മൂലയും എല്ലാ ഭാഗവും അതിനകത്ത് കവർ ചെയ്യും. കാരണം നിങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ടുള്ള, ഞാൻ പല വീഡിയോയിലും പറയും പോലെ വന്നിരുന്നതിലല്ല കാര്യം, വീഡിയോ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടി പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വീട് കാണുന്നതായിരിക്കും കുറച്ചുകൂടി എന്നുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ എല്ലാ ഭാഗങ്ങളും നിങ്ങളെ കാണിക്കുന്നത്, വഴി ഉൾപ്പെടെ കാണിച്ചു പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളിത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ. ഈ വീട്ടിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സ്പേസ്. ഇത്രയും നല്ല ലക്ഷറി വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ ഇത്രയും നല്ല പാർക്കിംഗ് സ്പേസ് വേണമെന്നുള്ള കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആർട്ട് വർക്കുകൾ കേട്ടോ, നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് അല്ല, നമുക്ക് നാച്ചുറൽ ലുക്ക് അല്ലെങ്കിൽ ഒരു കണ്ണിന് നല്ല ഫീലിംഗ് ഒക്കെ തരുന്ന രീതിയിലേക്കാണ് ഒരുപാട് പെയിൻറ്റിങ് വർക്ക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തും വളരെ മനോഹരമായ രീതിയിലേക്ക്, ശരിക്കും വീട് കണ്ടാൽ നമുക്കൊരു പുതുമയിലേക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള ഒരു എവിടെയൊക്കെയോ എന്തൊക്കെയോ ഓർമ്മകൾ തോന്നുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് പാറ്റേൺ എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും വളരെ മനോഹരമായ രീതിയിലേക്കുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വലിപ്പം അല്ലെങ്കിൽ ഒരു സ്പേഷ്യസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അതൊരു പ്രീമിയം വീട് എങ്ങനെ ചെയ്യുന്നു അതേ ഫീലിങ്സ് തോന്നുന്ന കാര്യത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഡിസൈൻ ആയാലും അതുപോലെ ഇതിൻ്റെ സ്പേഷ്യസ് ഒക്കെ ആയാലും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ വളരെ മനോഹരമായ രീതിയിലേക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ചെയ്യാനായിട്ടുള്ള ഒരു മിററും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ടേബിളിൻ്റെ രീതിയിലേക്കും ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ആ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ബാത്റൂം സൈസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. ടൈൽ പാറ്റേൺ ആയാലും അതുപോലെ തന്നെ ഫിറ്റിംഗ്സ് ഒക്കെ ആയാലും എല്ലാം നല്ല ബ്രാൻഡ് ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം കയറുമ്പോഴും അതും നല്ല സൈസ് ആയിട്ടുള്ള ബെഡ്റൂം, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്.
സ്റ്റോറേജ് സ്പേസ് അലമാരകൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. നല്ല മനോഹരമായ രീതി തന്നെയാണ് അതിൻ്റെ നിർമ്മാണമെല്ലാം വന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിളായിട്ടും അതുപോലെ തന്നെ നല്ലൊരു വലിപ്പമുള്ളൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൂവറൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിൻഡോകളൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണെങ്കിൽ അതിനൊത്ത് തന്നെ ഒരുപാട് വിൻഡോകൾ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വിൻഡോയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ സൈഡിൽ നിന്നൊക്കെ നല്ല എയർ സർക്കുലേഷനും കാറ്റും വെളിച്ചവും ഒക്കെ നല്ല രീതിയിൽ കയറാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതികളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ബാത്റൂം സൈസ് നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസ്, ടൈൽസ് പാറ്റേൺ ഒക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് എല്ലാ തരത്തിലേക്കും യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോർ എല്ലാം തന്നെ ഇന്റീരിയർ വർക്ക് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഓഫീസ് റൂമായിട്ടും ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഫ്രണ്ട് സൈഡിൽ നിന്നും വാതിൽ കൊടുത്തിട്ടുണ്ട്, അകത്ത് നിന്നും വാതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു മൾട്ടിപ്പിൾ യൂസിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ആ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ വാഷ് ബേസിനെല്ലാം കൊടുത്തിട്ടുണ്ട്, മിററെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർകേസിൻ്റെ അടിയിൽ ഇൻവെർട്ടറൊക്കെ വെക്കാനായിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ കയറുമ്പോഴും മറ്റ് 2 ബെഡ്റൂമുകളെ അപേക്ഷിച്ച് ഒരു അല്പം ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ് തന്നെ കൊടുത്തിട്ടുള്ളത്. അവിടെയും നല്ല മനോഹരമായ രീതിയിലൊക്കെ ഇന്ത്യൻ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏത് രീതിയിലേക്കും ഈ ബെഡ്റൂം യൂസ് ചെയ്യാൻ പറ്റും. ഓഫീസ് റൂമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാലും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സ്റ്റാഫൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കുകളും ചെയ്ത് വീട്ടിൽ നിന്നും ഒരു പ്രൈവസി തോന്നുന്ന രീതിയിലേക്കാണ് നിർമ്മാണം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹോളിൽ നിന്നൊരു എൽ മോഡലിലേക്കാണ് ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്നത്. ഡൈനിങ് സ്പേസ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസിലാണ് തന്നിരിക്കുന്നത്. ഈ സൈഡിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു പോസിറ്റീവ് പറയുമ്പോൾ നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് നെഗറ്റീവ് വശവും കൂടി പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയാൽ വരുന്നവർക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആകും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇവിടെയും കൂടി ഒരു വാഷ് ബേസിൻ കൊടുത്താൽ കുറച്ചുകൂടി കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് അവിടെ പോയി വാഷ് ബേസിനിലേക്ക് പോകുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ നമുക്കൊരു വാഷ് ബേസിൻ കൊടുക്കാനുള്ള പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ, ഈ വീഡിയോ കാണുന്നവർക്ക് ടെൻഷൻ തോന്നുമ്പോൾ നമ്മൾ ഇനി വാഷ് ചെയ്യാനായിട്ട് അടുത്ത അത്രയും ദൂരം അവിടെ പോകേണ്ട ഒന്നാമത് വലിപ്പമുള്ള വീടാണ്. അപ്പോൾ നടന്നു പോകേണ്ട ആവശ്യമില്ല. ഗസ്റ്റൊക്കെ ഇരിക്കുന്നെങ്കിൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആ ഒരു രീതിയിലേക്ക് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഈ വീടിന്റെ കിച്ചണിലേക്ക് കയറുമ്പോൾ വളരെ മനോഹരമായ രീതിയിലേക്കാണ് നല്ല വുഡിൽ പണിഞ്ഞിട്ടുള്ള നല്ല ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലാസ് പാറ്റേൺ ഒക്കെ വളരെ മനോഹരമായ രീതിയിലേക്കും വ്യത്യസ്ത ഡിസൈൻ പാറ്റേണോട് കൂടി തന്നെയാണ് ഡോറിന്റെ നിർമ്മാണ രീതിയൊക്കെ വരുന്നത്. ഒരു ബെഡ്റൂമിൽ കയറുന്ന ഡോർ ഇടുന്ന അതേ ഫീലിങ്സ് തന്നെ അതേ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കിച്ചണിലേക്ക് ഡോർ ഇട്ടേക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ഒരു എക്സ്ട്രീം ലെവൽ വേറെ കിച്ചണാണ് കേട്ടോ. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ എന്ന് തന്നെ പറയാം. കലവറ എന്ന് പറഞ്ഞാലും കഴിയാത്ത ആ സൈഡിൽ നിന്ന് തുടങ്ങി ഇത്രയും ഭാഗത്ത് സ്റ്റോറേജ് സ്പേസുകൾ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീട്ടമ്മമാർക്ക് യാതൊരു ടെൻഷനും വേണ്ട. ഒരുപാട് സാധനങ്ങൾ ഡംപ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ഒരു കിച്ചണിൻ്റെ ഒരു ഏരിയ വരുന്നത്. ഈ സൈഡിലേക്ക് ഞാൻ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 15 മിനിറ്റ് നിന്ന് ഓപ്പൺ ചെയ്യേണ്ട അത്രയും രീതിയിലോട്ടുള്ള സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ഫുള്ള് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തേക്ക് എല്ലാം സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചിമ്മിനി വയ്ക്കാം. കിഴക്ക് ദർശനമായതുകൊണ്ടായിരിക്കും ഇവിടെ തന്നെ സ്ഥാനം നോക്കിയിട്ട് പൂർണ്ണമായി വാസ്തുപ്രകാരമാണ് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഫൈബറിൻ്റെ എല്ലാ സാധനങ്ങളും തന്നെ നല്ല ബ്രാൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും മുകളിൽ സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇത്രയും നല്ലൊരു കിച്ചൺ ഉണ്ട്. അതുപോലെ എൽ മോഡലിലേക്കാണ് വരുന്നത്. ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പ്ലഗ് പോയിന്റുകൾ ആവശ്യത്തിൽ കൂടുതൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് നല്ല സ്ഥല സൗകര്യമുണ്ട്. നമുക്കിപ്പോൾ ഫ്രിഡ്ജൊക്കെ വെച്ചാലോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ അമ്മമാർക്കൊന്നും സഹോദരിമാർക്കൊന്നും യാതൊരുവിധ ടെൻഷനും തരാത്ത രീതിയിലേക്കും അല്ലെങ്കിൽ ഒരു കൺജസ്റ്റൻ തോന്നാത്ത രീതിയിലേക്കാണ് കിച്ചൻ്റെ നിർമ്മാണം വരുന്നത്. ഇവിടെ ഒരു എൽ മോഡൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയും നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലും അമ്മമാരും സഹോദരിമാരാണ് ഈ കിച്ചൺ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നല്ല നമ്മുടെ ഈ ഒരുപാട് ഒരു സാധാരണ സ്ഥലങ്ങളിൽ ഒരുപാട് ജനാലകൾ കൊടുക്കില്ല. അവിടെ കുറച്ച് കൺജസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യസ്തമായി തോന്നിയെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ജനലിൻ്റെ പാളികൾ തുറന്നിട്ടാൽ മതി. നമുക്ക് ഏകദേശം മണിക്കൂറുകളോളം ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ കൂടി നമുക്കിവിടെ ഇവിടെ നിന്നുള്ള നല്ലൊരു കാറ്റും വെളിച്ചമുണ്ട്. കാരണം ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന ഒരു കാറ്റും വെളിച്ചം, കാരണം അവിടെ ഇനി ജീവിതകാലത്ത് ഒരിക്കലും മറയാനായിട്ട് ഒന്നുമില്ല. കാരണം നല്ല ഒരു പീസ്ഫുൾ ഏരിയ കൂടി ആയതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കയറാൻ പറ്റുന്ന രീതിയിലേക്കാണ് നിർമ്മാണ രീതി വന്നിരിക്കുന്നത്. കിച്ചണിൽ തീർന്നില്ല. അടുത്ത വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ അതും വേറെ ലെവൽ വർക്ക് ഏരിയ ആണ് കേട്ടോ. നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ. അവിടെയും കാറ്റും വെളിച്ചവും അതിനൊന്നും നമുക്ക് ലൈറ്റ് പോലും ഇപ്പോൾ ഈ വീട്ടിൽ ശരിക്കും ഒരു ലൈറ്റിന് ഇട്ടേക്കണം. ശരിക്കും ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല വെട്ടവും വെളിച്ചവുമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ
വർക്ക് ഏരിയ നിർമ്മാണം വന്നിട്ടുണ്ട്. ഈ വർക്ക് ഏരിയ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിലുള്ള കാഴ്ചയാണ്. ഒന്ന് ഫ്രണ്ടിൽ വരുന്ന ആര് വന്നാലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. രണ്ടാമെന്ന് പറഞ്ഞാൽ നല്ല റിവർ വ്യൂ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. അതാണ് ഏറ്റവും കൂടുതൽ. നല്ല വെള്ളത്തിൻ്റെ ശബ്ദം, കളകള ശബ്ദങ്ങളൊക്കെ കേട്ട് ഒരിക്കലും ഒരു മുഷിപ്പ് തോന്നാത്ത രീതിയിൽ, ബോറടിക്കാത്ത രീതിയിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് തന്നെ ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനായിട്ടുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് നമുക്ക് ധാരാളം മുറ്റമുണ്ട്. അവിടെ ഒരു തെങ്ങും തൈ വെച്ചിട്ടുണ്ട്. തുണി നനയ്ക്കാനുള്ളതുണ്ട്. ധാരാളം പച്ചക്കറി നടാനുള്ള സൗകര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ വിഷ്വലിൽ കൊടുക്കുന്നതാണ്. മുകളിലത്തെ ഫ്ലോറിലേക്ക് നമുക്ക് 2 ബെഡ്റൂം, ഹോള്, ബാൽക്കണി ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോൾ സ്റ്റെയർ കേഴ്സ് എല്ലാം ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റിൻ ടൈപ്പ് ടെയിൽ പാറ്റേണും ഗ്രാനൈറ്റ് പീസുമാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ കംപ്ലീറ്റ് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാണുന്ന വീടുകളെക്കാൾ കൂടുതൽ കുറച്ചും കൂടി വലിപ്പമുള്ള സ്റ്റെയർ കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ഥല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ കഴിയുമ്പോൾ നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോയിൽ നിന്ന് കാണുന്ന കാഴ്ചയൊക്കെ എന്ന് വെച്ചാൽ അതോ കണ്ടില്ലേ, നല്ലൊരു ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി വരുമ്പോഴാണ് നമുക്കൊരു ഭയങ്കര ഗ്രൗണ്ട് പോലെ തോന്നിക്കുന്ന രീതിയിലേക്കുള്ള ഹെവി ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ നല്ല ഗ്രൗണ്ട് പോലത്തെ ഒരു ഹോൾ ഏരിയ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ, മുകളിലത്തെ ഫ്ലോറിലേക്ക് ഉള്ളത്. നമുക്ക് അതിൻ്റെ ഇന്ത്യയിൽ ഡിസൈനൊക്കെ എടുത്താൽ തന്നെ വളരെ മനോഹരമായ രീതിയിലേക്ക് ഒരുപാട് ലൈറ്റ്സും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഡിസൈനും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വന്നിട്ടുള്ളത്. 2 ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മുകളിലത്തെ ഫ്ലോറിൽ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയാലും സൈഡിലേക്ക് ഇറങ്ങിയാൽ ഇതിൻ്റെ വ്യൂ ആണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നതിൽ യാതൊരുവിധ സംശയമില്ലാത്ത ഒരു അടിപൊളി പ്രോപ്പർട്ടി. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം കയറുമ്പോൾ ശരിക്കും ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തോന്നിക്കുന്ന രീതിയിൽ അത്രയും നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂം സൈസിൽ കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇന്ത്യയിൽ ഡിസൈൻ ആയാലും അതുപോലെ തന്നെ കബോർഡ്സുകളൊക്കെ ആയാലും വളരെ മനോഹരമായ രീതിയിൽ തന്നെ പണിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ വെച്ച് നമുക്ക് ഏകദേശം ഓടിക്കളിക്കാനുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കബോർഡ്സുകളും അല്ലെങ്കിൽ അലമാരയിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസിൽ കൂടി തന്നെയാണ് ഇതിൻ്റെ കബോർഡ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമുക്കൊരു നല്ല താഴത്തെ റൂമിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ട് പണിഞ്ഞിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസും നല്ല വലിപ്പമുള്ളതും അതുപോലെ ഇന്നത്തെ മോഡേൺ രീതിയിലേക്കുള്ള ടൈൽ പാറ്റേൺ ആയാലും ഫിറ്റിംഗ്സുകളൊക്കെ എല്ലാം നല്ല നിലവാരമുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. മുകളിലത്തെ ഫുള്ള് രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും ഞാൻ ശരിക്കും വിചാരിച്ചു ഫസ്റ്റ് ബെഡ്റൂം കയറും അതാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇതാണോ മാസ്റ്റർ ബെഡ്റൂം? രണ്ടും ഹെവി സൈസ് ബെഡ്റൂം കേട്ടോ. അപ്പോൾ ബെഡ്റൂം സൈസിൽ യാതൊരു കോംപ്രമൈസില്ല. അതിനേക്കാളും വലിപ്പമുള്ള ബെഡ്റൂം ആണെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ട് വലിപ്പമുള്ള ബെഡ്റൂം സൈസ്, ഇന്ത്യൻ ഡിസൈനൊക്കെ വളരെ പ്രീമിയം രീതി തോന്നുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രീമിയം രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കബോർഡ്സുകളായാലും ധാരാളം സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. മറ്റ് ബെഡ്റൂമിൽ കൊടുത്തത് പോലെ തന്നെ ഇവിടെയും ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ്, ഈ ഒരു ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ കിടന്ന ഒരു കാറ്റാണ് വളരെ നമുക്ക് ഇതിൽ എത്ര ഫീൽ ചെയ്യുന്ന അറിയില്ല. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടിരിക്കുന്ന നല്ല പച്ചപ്പ്, സിറ്റിക്കുള്ളിൽ ഒരു പച്ചപ്പുള്ള ഒരു പ്രോപ്പർട്ടി. അതാണ് ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫീലിങ്സ് എന്ന് തോന്നുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് ഇതിൻ്റെയും നിർമ്മാണം വന്നിരിക്കുന്നത്. ബാത്റൂം സൈസ് എല്ലാം നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസ്, ഫിറ്റിംഗ്സുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നല്ല ബ്രാൻഡ് ക്വാളിറ്റി സാധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് കുറച്ചും കൂടി ഒരു കബോർഡ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്കൊരു വാഷ് സ്പേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമായ രീതിയിലേക്കാണ് ഇതിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാൽക്കണി ഏരിയയിലൊക്കെ നമുക്ക് ഏത് ടെൻഷനുള്ള ഒരു വ്യക്തി ഇരുന്നാലും നമുക്ക് 5 മിനിറ്റിൽ തീരാവുന്ന ടെൻഷൻ മാറുന്ന ഒരു രീതിയിലേക്കാണ് കേട്ടോ. നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയയുടെ ഒരു ഏകദേശം ഹൈലൈറ്റ് നമുക്ക് മനസ്സിലാവും. നല്ല ഹൈ ആൻഡ് പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയ. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഊഞ്ഞാലൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ കൺസെപ്റ്റ് പാറ്റേൺ. ഇവിടെ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ നമുക്ക് 5 കോടി കൊടുത്താലും കിട്ടാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കണ്ട. അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയ്ക്ക്, അത് നമ്മുടെ സിറ്റിയുടെ ഇത്രയും സെൻട്രലാണെന്നുള്ളത്, അതും ഫ്ലഡ് കയറാത്ത ഒരു പ്രോപ്പർട്ടി ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ഹൈ എൻ്റെ ഈ ഇരിക്കുന്ന വീടുകളെക്കാളും ഏകദേശം ഒരു 5 അടി 6 അടി പൊക്കത്തിലാണ് ഈ വീട് ഇരിക്കുന്നത്. നല്ല ഹൈറ്റായ പ്രദേശത്താണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ എത്ര കോടി കൊടുത്താലും കിട്ടാത്തൊരു കാഴ്ചയാണ്. അത് ആ ശബ്ദമാണ്, നാച്ചുറൽ ശബ്ദമാണ് നമുക്ക് ആ കാണാൻ പറ്റുന്നത് കേട്ടോ. അതും ഹൈവേ സൈഡിലേക്കുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ പേരൂർക്കട വടയിലേക്ക് നല്ലൊരു ലക്ഷറി ഹൗസ് പ്ലാൻ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ നല്ലൊരു 11 സെൻറ്റോളം ലാൻഡ് ഏരിയ ഉള്ളത് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയ സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഹൈവേയിൽ നിന്ന് 100 മീറ്റർ താഴെ തന്നെ അല്ലെങ്കിൽ ഒരു 50 മീറ്റർ താഴെ തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ കാണുന്ന ഒരു റിവർ വ്യൂ ഗാർഡൻസിലൊക്കെ വീട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞു 11 സെൻറ്റിലായിട്ട് 3450 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂമോട്ടുള്ള ലക്ഷറി ഹൗസ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വിലയിൽ പറഞ്ഞാൽ 1,73 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് വീഡിയോ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുക.